നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം. 4 മണി പലഹാരം. 2 ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കഷ്ണമാക്കുക, എന്നിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കത് നന്നായി അങ്ങ് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് അത് മാറ്റുക. എന്നിട്ട് 1 കപ്പ് മൈദയും 4 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 പിഞ്ചുപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം ആ കുഴികളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ മാവും കൂടെ കോരി ഒഴിച്ച് 1.5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി. അത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കോരി ഇങ്ങനെ എടുക്കണം. കണ്ടോ? അപ്പോൾ നമ്മുടെ പലഹാരം വളരെ എളുപ്പമാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.